മാതൃഭൂമി ലേഖകൻ ജയൻ വാര്യത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയൻ, ഗുഡ് മോർണിംഗ്. ഈ പരിക്കേറ്റവരുടെ സ്ഥിതിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളും ഒന്ന് പങ്കുവയ്ക്കും. രണ്ട് സ്ത്രീകളാണ് കാമാക്ഷി, അതായത് മറയൂർ പഞ്ചായത്തിന്റെ ഓഫീസിന്റെ തൊട്ട് പുറകിലുള്ള കുമ്മിട്ടാങ്കുഴി എന്ന് പറഞ്ഞ ഒരു ഉന്നതിയിലെ രണ്ട് സ്ത്രീകൾ. അവർ ജോലിക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്താണ് കാട്ടുപോത്ത് കുടിയിൽ എത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്തത്. ഒരാളുടെ കാലിന് ഫ്രാക്ചർ ഉണ്ട്, മറ്റൊരാളുടെ കാലിനും തലയ്ക്കും നല്ല പരിക്കുണ്ട്. ഇവരെ ഇവിടുന്ന് അടിമാലി ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ശ്രമം നടന്നു വരികയാണ്. ശരി, ഹലോ ജയൻ സംസാരിക്കൂ, കേൾക്കാം. വനവകുപ്പിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 7:10 സംഭവം നടന്നത്. കുമ്മിട്ടാങ്കുഴി എന്ന് പറയുന്ന ഉന്നതിയിൽ കൂടെ എത്തിയ കാട്ടുപോത്ത് പഞ്ചായത്ത് ഓഫീസിന്റെ പുറകുവശത്തിൽ കൂടെ കതക് തകർത്ത് ഉള്ളിൽ കയറുകയും സെക്രട്ടറിയുടെ റൂമിന്റെ ഉള്ളിൽ പെടുകയും ചെയ്തു. ഡോറ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ വന്നു. ആ സെക്രട്ടറിയുടെ മുറി മുഴുവൻ തകർത്തു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഓഫീസിലെ സ്റ്റാഫിലിരിക്കുന്ന മുഴുവൻ സ്ഥലത്തെയും കമ്പ്യൂട്ടറും മറ്റെല്ലാ അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിക്കപ്പെട്ടു. പിന്നീട് ഫോറസ്റ്റുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അതിന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. പുറത്തെത്തിച്ചെങ്കിലും തിരിച്ചത് ഓടി ഒരു ഹോട്ടലിന്റെ ഉൾപ്രദേശത്താണ് കയറിയത്. അവിടെ നാശം വിധിച്ച് തിരിച്ച് പോലീസ് സ്റ്റേഷന്റെ പുറകിലുള്ള കോച്ചാരം എന്ന് പറഞ്ഞ സ്ഥലത്തെ കരിമ്പൻകാട്ടിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ശരി, ജയൻ വാര്യത്താണ് മാതൃഭൂമി ലേഖകൻ. അദ്ദേഹമാണ് പരിക്കേറ്റവരെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ ശല്യമാണ് കാട്ടുപോത്തുണ്ടാക്കിയത്. മറയൂർ ടൗണിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പാഞ്ഞു കയറി സെക്രട്ടറിയുടെ മുറിയിലടക്കം വലിയ പരാക്രമമുണ്ടാക്കി വസ്തുവകകളൊക്കെ നശിപ്പിച്ചു. തുടർന്ന് തൊട്ടടുത്ത ഹോട്ടലിലേക്കും ഓടിക്കയറി അവിടെയും നാശനഷ്ടമുണ്ടാക്കി. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരാക്രമത്തിൽ.